എടാ ജോഹാനല്ലേ? ജോഹാനോ? എവിടെ? അവനിപ്പോൾ നാട്ടിൽ നിന്ന്. ആ, അവനൊക്കെ ജാടയല്ലേടാ. നമുക്ക് സംസാരിച്ചാലോ? ഓ, ഇവനൊന്നും നമ്മളെ ഓർമ്മ പോലും കാണത്തില്ല. നമ്മളെ അവന് ഓർമ്മ കാണൂടാ. ആ, നമുക്ക് സംസാരിക്കാം. ആ, നീ എന്തായാലും വണ്ടി ഒതുക്കും. ഞാനിപ്പോൾ ഒതുക്കാം. ജോഹാനെ, ആടാ ജോഹാനെ, എന്തോണ്ടാ? എടാ ചേച്ചേ. ആടാളിയാബി എന്തോണ്ടാ? ആ, കുറെ നാളായാലോ. ആൻറ്റോ, നീ ഉണ്ടായിരുന്നോ? കേറാ. ബാംഗ്ലൂരിലൊക്കെ ഇപ്പൊ നമ്മളൊരു മൈൻഡ് ഇല്ല. ചുമ്മാ ഇരുന്ന ബാംഗ്ലൂരിനൊക്കെ. ഈ ബാംഗ്ലൂരിനപ്പോ വന്ന് ഞാൻ 3 ദിവസം കണ്ടിട്ട്. എടാ, ഇതിൻ്റെ ഫ്രണ്ട് ഫൈസലാണേ. ഇത് ആൻറ്റോ, അബി, എൻ്റെ കൂടെ പഠിച്ചവന്മാരാ. ശരിടാ, തോന്നു വൈകിട്ട് വിളിക്കാം. ശരി. ഓക്കെ. എന്തോണ്ടാ പിന്നെ പറ. ബാംഗ്ലൂരിൽ എന്തൊക്കെ ഉണ്ട്? ചുമ്മാ ഇരുന്ന ബാംഗ്ലൂരിനൊക്കെ. എന്താടാ സുഖമില്ലാത്ത രീതി പറയുന്നത്? ബാംഗ്ലൂർ പിന്നെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. കോപ്പാ, ഞാൻ സുഖം ഇറങ്ങി വിളിച്ചോണ്ടാ. ഞാൻ കാണിച്ചു തരാം. അവിടെ പോകുന്നില്ലടാ, നീ ചുമ്മാ റീൽസ് കാണുന്ന പോലെ. എന്തോടി അങ്ങനെ ഒരു ടോക്ക്? എന്ത് പറ്റി? ഒന്നും പറയണ്ടാടാ, പൈസ ഉള്ള നമ്മളെ സുഖ ലൈഫാ. അതില്ലാത്തമാരുടെ കുറച്ച് കഷ്ടത്തിലാ. അല്ലെങ്കിലും ഗതിയില്ലാത്തമാർ എവിടെ പോലും ഗതിയില്ലാത്തമാരില്ലോടാ. പൂജ ഉറമ്പട്ട പൂജ്യം. ആ പോട്ടറാ. ആരാടാ? അമ്മയാടാ. ഹലോ അമ്മ, കേൾക്കാവോ? ഹലോ 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 മോനെ, നീ എവിടാ? കേൾക്കുന്നുണ്ടോ? ആ എടാ മോനെ, രാവിലെ നിന്നോട് പറയാൻ വിട്ടുപോയി. സുജ ചേച്ചിയുടെ മോടെ കല്യാണ റിസപ്ഷനായിരുന്നു വൈകിട്ട്. നമുക്ക് നേരം അവിടെ പോകണം. മോ നേരത്തെ വന്നിട്ട് ടൗണിൽ പോയി വല്ലതും മേടിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. മറക്കല്ലേ? അത് ഇന്നായിരുന്നോ? അമ്മ വൈകിട്ട് പോവാം. ഞാൻ കുറച്ച് നേരത്തെ വരാം. വരണമെന്ന് പറഞ്ഞാൽ പോരാ, വരണം. മറക്കരുത്. നിന്റെ കാര്യമായതുകൊണ്ട് എടുത്ത് പറഞ്ഞു. ഷോപ്പിൽ ചെന്ന് നമ്മൾ ചായ കുടിക്കൂലേ, എന്നിട്ട് നീ എന്തിനാ രാവിലെ കടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? എത്ര നേരമായി? അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ എന്തേ? ഇതേ വേണ്ട, അപ്പുറത്തോട്ട് പോയി. ഹലോ. ആ അബി, എവിടെടാ? ആണോ? ആ പോവാം. എപ്പോഴാ? കുറച്ച് കഴിയാം. നമുക്ക് പോവാം. ആ ഓക്കേടാ. ഡേ, എവിടെ പോവാടാ? അബിയുടെ അടുത്ത് പോവാ. പോയിട്ട് വേഗം വരണേ. ആ ഡേ, കഥ വരച്ചിട്ട് പോണേ. ആ ഓക്കെ. എടാ, നിനക്ക് എന്തിനു സൗകര്യടാ ഈ വെയിലെ തന്നെയും വിളിച്ചോണ്ട് പോകാൻ? വല്ലാത്ത കിഴപ്പ് നിനക്ക്. നിനക്ക് ഈ വൈബിനെ പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കാതെ അതിലും വരരുത്. അവൻ്റെ വൈബ്. എടാ, ഞാനൊരു കാര്യം മറന്നു പോയടാ. ഞാൻ ഈ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുന്ന പോലെ. അതെന്താ അങ്ങനെ? അത് ഈ ദേജാവു ആയിരിക്കും. കേട്ടിട്ടില്ലേ ദേജാവു? നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള പോലെയൊക്കെ തോന്നും നമുക്ക്. 6th സെൻസ് എന്നൊക്കെ വേണേൽ പറയാം. നമുക്ക് നേരത്തെ ഇതുപോലെയൊക്കെ നടന്നിട്ടുള്ള പോലെയൊക്കെ തോന്നും. അതിൻ്റെ പേരിൽ എന്തോ ഇംഗ്ലീഷ് പടമൊക്കെ ഉണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന പേര്. കണ്ടു നോക്ക്, പൊളി. ദേജാവാടാ. ഇനി എന്തോ ഡോക്ടറിനെ കാണാൻ പോകുന്നില്ലേ? അപ്പം പുള്ളിയുടെ ഒന്ന് പറഞ്ഞു നോക്ക് ഇതിനെ പറ്റി. ആ പറ. പിന്നെ നീ
ആദ്യയുടെ കൂടെ കൊച്ചിനെ കാണാൻ പോയെന്ന് കേട്ടു രാത്രി. ആ പോയടാ, ഇല്ലാത്ത തലേനെയായി. ഞാനെ കൊണ്ടിട്ടിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. മയ്യേ. ആ അവൻ്റെയൊക്കെ യോഗം. ആ നിനക്ക് പിന്നെ കുശുമ്പ് മുന്നാമില്ലാത്ത കുഴപ്പമില്ല. ആടാ ശരി. എടാ യോഹാനല്ലേ? ജോവാനോ? എവിടെ? അവനിപ്പോൾ നാട്ടിൽ നിന്ന്. ആ അവനൊക്കെ ജാടയല്ലേടാ. നമുക്ക് സംസാരിച്ചാലോ? ഓ ഇവനൊന്നും നമ്മളെ ഓർമ്മ പോലും കാണത്തില്ല. നമ്മളെ അവന് ഓർമ്മ വന്നോടാ. ആ നിനക്കെന്താ സംസാരിക്കാം. ആ നീ എന്തായാലും വണ്ടി ചോദിക്കും. ഞാൻ ഇപ്പോൾ എടുക്കാം. യോഹാനെ. ആടാ ജവാനെ എന്തോണ്ടാ? അടച്ചേ. ആടാളിയാബി എന്തോണ്ടാ? ആ കുറെ നാളായല്ലോ. ആൻറ്റോ ആടാ. നീ ഉണ്ടായിരുന്നോ? കേറാ. ബാംഗ്ലൂരിലൊക്കെ പോയി ഇപ്പൊ നമ്മളൊരു മൈൻഡ് ഇല്ല. ചുമ്മാ ഇരുന്ന ബാംഗ്ലൂരിന്നൊക്കെ. ഈ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോൾ വന്ന്? ഞാൻ 3 ദിവസമായിടാ. 3 ദിവസം വന്നിട്ട്. എടാ ഇതിൻ്റെ ഫ്രണ്ട് ഫൈസലാണേ. ഇത് ആൻറ്റോ, അബി, എൻ്റെ കൂടെ പഠിച്ചവന്മാരാ. ശരിടാ, തോന്നാം വൈകിട്ട് വിളിക്കാം. ശരി. ഓക്കെ. എന്തോണ്ടാ പിന്നെ പറ. ബാംഗ്ലൂരിൽ എന്തൊക്കെ ഉണ്ട്? ചുമ്മാ ഇരുന്ന ബാംഗ്ലൂരിന്നൊക്കെ. അതെന്താടാ സുഖമില്ലാത്ത രീതി പറയുന്നത്? ബാംഗ്ലൂർ പിന്നെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. കോപ്പ ഞാൻ സുഖം ഇറങ്ങി വിളിച്ചോണ്ടാ. ഞാൻ കാണിച്ചു തരാം. അവിടെ പോകുന്നില്ലടാ. നീ ചുമ്മാ റീൽസ് കാണുന്ന പോലെ. ആ എന്തോളി അങ്ങനെ ഒരു ടോക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ടാടാ. പൈസ ഉള്ള നമ്മളെ സുഖ ലൈഫാ. അതില്ലാത്തമാരുടെ കുറച്ച് കഷ്ടത്തിലാ. അല്ലെങ്കിലും ഗതിയില്ലാത്തമാരുടെ പോലും ഗതിയില്ലാത്തമാരുണ്ടോടാ. പൂജയാ, ഉറമ്പട്ട പൂജ. ആ പോട്ടറാ. ആരാടാ? അമ്മയാടാ. ആ ഹലോ ഹലോ, അമ്മ കേൾക്കാവോ? എവിടാ? കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ആ എടാ മോനെ, രാവിലെ നിന്നോട് പറയാൻ വിട്ടുപോയി. സുജി ചേച്ചിയുടെ മോടെ കല്യാണ റിസപ്ഷൻ ആയിരുന്നു വൈകിട്ട്. നമുക്ക് നേരം അവിടെ പോകണം. മോൻ നേരത്തെ വന്നിട്ട് ടൗണിൽ പോയി വല്ലതും മേടിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. മറക്കല്ലേ? അത് ഇന്നായിരുന്നോ? അമ്മ വൈകിട്ട് പോവാം. ഞാൻ കുറച്ച് നേരത്തെ വരാം. പോവാം. ആ വരണമെന്ന് പറഞ്ഞാൽ പോരാ, വരണം. മറക്കരുത്. ഇതിന്റെ കാര്യമായതുകൊണ്ടായിരുന്നു പറഞ്ഞു. കോഫി ഷോപ്പിൽ ചെന്ന് കോഫി ഷോപ്പിൽ ചെന്ന് നമ്മൾ ചായ കുടിക്കൂലേ, എന്നിട്ട് നീ അതിൻ്റെ നോക്കാം. വാ. എടാ നിങ്ങൾ വയ്ക്കോ? നീ പോയി വണ്ടി എടുത്തോ. ഞാൻ വരാം. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരം നോക്കിയിരിക്കും? ഞാൻ പെട്രോൾ അടിക്കാൻ പോകുന്നത്. ആണോ? ആ നീ ആ താക്കോല് ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. ആ എന്താ? കൂട്ടുകാരനാ. കൂട്ടുകാരന് ബോധം വരുമ്പോൾ വിളിക്കാം. ശകലനേരം പുറത്തോട്ട് നിൽക്കും. ആ അതെ, കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമല്ലേ. അല്ല ചേച്ചി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ചേച്ചി ഞാൻ എൻ്റെ ചേച്ചിയാ, ശ്രേയ എന്നാ പേര്.
ആ അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, അതാ പെട്ടെന്ന് ഇങ്ങ് വന്നു. ഞാൻ കൂട്ടാൻ്റെ അവനിപ്പോൾ വരും, അവൻ വീട്ടിൽ പോയിട്ട് മതി. അവൻ വരുമ്പോൾ അവനോട് കൂടെ ഒരു ടാൻസ് പറഞ്ഞേരെ. ആ കുഴപ്പമില്ല ചേച്ചി. യാ, ആ ഇവിടെ കിടന്നാണോ ഉറങ്ങുന്നത്? എടാ ഇവിടെ ഏത് ചേച്ചി? അടി ഇവിടെ ഉണ്ടായിരുന്നു. എന്തുവാടാ? ഒന്നുമില്ല. ബോധം വന്നിട്ടുണ്ട്, കയറി കണ്ടോളൂ. ആ വരും ചേച്ചി. യാ, ഒന്ന് കണ്ടിട്ട് വരാം. ഒത്തിരി താങ്ക്സ് മോനെ. ചേച്ചി ഇവൻ്റെ ആരാ? ചേച്ചിയാ. പേരെന്താ? ശ്രേയെന്നല്ലേ പേര്? മോനെങ്ങനെ എൻ്റെ പേരറിയാം? നീ ഇതെവിടെ പോവാ? നീ താക്കോലും കേട്ടെ, ഞാൻ എന്നെ വൈകിട്ട് വിളിക്കാം, എനിക്ക് കുറച്ച് കാര്യം അറിയാനുണ്ട്. അവനെന്തോ തിരക്കുള്ളതുകൊണ്ട് അവനെ കൊണ്ട് പോയതാ. അത് കുഴപ്പമില്ല മോനെ, പക്ഷെ ആ പയ്യൻ്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട്. ആ ചേട്ടന് ചിലപ്പോൾ അറ്റ്മോസ്ഫിയർ മാറ്റേ കാണില്ല, അതായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ചേച്ചിയുടെ പേരെങ്ങനെയാ ചേട്ടന്? അതാ എനിക്കും അറിയാതെ. എന്തായാലും ഞാനവിടെ ഇറങ്ങി വെച്ച്. ശരിയാണ്. ഹലോ, നീ എന്തോ പരിപാടിയാണ് കാണിച്ചത്? ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയത്. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആ നീ പറഞ്ഞ്, എന്നിട്ട് നീ എന്തറിഞ്ഞ്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഉണ്ടെന്ന്. എടാ ഞാൻ അറിഞ്ഞ്, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളോടെ കൺഫേം ആണുണ്ട്. എടാ രാവിലെ നീ ദേജാവിനെ പറ്റി പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? എടാ അത് എപ്പം മുതൽ എനിക്ക് വരാൻ തുടങ്ങിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് ആക്സിഡന്റിന് ശേഷമല്ലേ? ആ എടാ, ആ ആക്സിഡന്റിന് ശേഷം എനിക്ക് പല കാര്യങ്ങളും വരാൻ തുടങ്ങി. ആ നീ എന്തുവാ വെച്ചാൽ പറ, ചുമ്മാ ബിൽഡപ്പ് ഇടാതെ. എടാ ബിൽഡപ്പ് ഒന്നുമില്ല, ഇതൊക്കെ വിഷ്യൂസ് വന്ന് വന്ന് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അതിന് നാളെ എനിക്ക് ഉത്തരം കിട്ടും. വെള്ളമാണോടാ നീ? എടാ വെള്ളമൊന്നും അല്ലടാ, എടാ ഇതൊക്കെ ഇഷ്യൂസ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദേജാവ് മാത്രമല്ല, ഇത് പലതിൻ്റെയും തുടക്കമാണ്.